നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചിട്ട് സീരിയലിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല പറഞ്ഞാൽ അതെന്താണ്? അത് ദാറ്റ്സ് ടു ഇൻസൾട്ടിങ് ഫോർ മീ. ഞാൻ കൂടുതൽ രേവതിനെ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ, എനിക്കൊരു ഇനോഗ്രേഷന് വിളിച്ചു. പക്ഷെ അന്ന് എനിക്ക് ക്ലാസ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് പറയുന്ന ഓൺലൈൻ ഇനോഗ്രേഷൻ ആണ്. ഒന്നുമില്ല, റിബിൻ വെച്ചിട്ട് അത് പിടിച്ചിട്ട് കട്ട് ചെയ്തൊരു വീഡിയോ എടുത്ത് ഞാനും മതിൽ കെട്ടിയാ മതി, മതിലിന് കെട്ടിയാ മതി. ചേച്ചി വിളിക്കല്ലേ എന്നെ. അതെന്താ എനിക്ക് ഇഷ്ടമില്ല ചേച്ചി വിളിക്കുന്നത്. പിന്നെ എന്താ വിളിക്കണ്ടേ? എന്നെ റിയ അല്ലെങ്കിൽ പത്മ. സ്റ്റേഡിയമിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ വന്ന് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ കണ്ണും കണ്ണും നോക്കി. ലൈക്ക് മൈ 12th സ്റ്റാൻഡേർഡിന്റെ പ്രേമം. അതാണ് നമ്മൾ പിന്നെ കല്യാണം കഴിച്ചത്. ഓ, ഇപ്പം രണ്ട് കുട്ടികൾ. സ്വന്തം പ്രായവും ചന്ദ്രമതിയുടെ പ്രായവും തമ്മിലുള്ള അന്തരം പലരും എടുത്തു പറയാറുണ്ട്. ഞാൻ എന്തിനാ ഇത്ര ചെറിയ പ്രായത്തില് ഇത്ര പ്രായമുള്ള റോൾ ചെയ്യുന്നത്? എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ടാ വേറെ ഡിസ്ക്ലോസ് ഞാൻ ചെയ്യൂല. എന്റെ പ്രായം ഡിസ്ക്ലോസ് ചെയ്യാനാണെങ്കിൽ ഞാൻ അത് പറയത്തില്ല. ഫ്ലൈറ്റിൽ കയറുമ്പോ ഇങ്ങനെ നിങ്ങൾ വിളിച്ചു പറയില്ലേ? Good morning, ladies and gentlemen. This is your Captain Ria. I welcome you on board KU 351, bound to take off from Cochin to Kuwait. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ചെമ്പനീർ പൂവേ നീ അന്നേതോ ഒരു രാവിൽ നീലമങ്ങിൽ വിരിഞ്ഞു. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ചക്കംപക്കത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചക്കംപക്കത്തിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് റിയ ജോർജ്. നമസ്കാരം ചേച്ചി. നമസ്തേ. ചേച്ചി വിളിക്കല്ലേ എന്നെ. അതെന്താ? എനിക്ക് ഇഷ്ടമില്ല ചേച്ചി വിളിക്കുന്നത്. പിന്നെ എന്താ വിളിക്കണ്ടേ? എന്നെ റിയ അല്ലെങ്കിൽ പത്മ. അങ്ങനെ രണ്ടു പേരുണ്ടോ? യെസ്, ബിക്കോസ് കല്യാണം കഴിക്കുന്ന മുമ്പ് എന്റെ പേര് പത്മ ആയിരുന്നു. ആഫ്റ്റർ മാരേജ് ചേഞ്ച് ടു റിയ. അതെന്താണ് അങ്ങനെ ഒരു പേര് മാറ്റാനുള്ള ഒരു കാരണം? എന്റെ ഹസ്ബൻഡ് ക്രിസ്ത്യൻ, ഐ വാസ് എ ഹിന്ദു. സോ അങ്ങനെ പേര് മാറ്റി. ബട്ട് ദെൻ സ്ക്രീനിൽ വന്നപ്പോ എന്നോട് ഒരു സജഷൻ ആയിരുന്നു ദാറ്റ് റിയനെക്കാളും നല്ലത് പത്മ ആയിരിക്കും. സോ ഞാൻ ആ പത്മ വീണ്ടും എന്റെ പഴയ പേര് തിരിച്ച് സ്ക്രീനിൽ എടുക്കാൻ വേണ്ടി വിചാരിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണ്? അത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ സ്റ്റേഡിയമിൽ ഐ വാസ് എ അത്ലീറ്റ്. ഐ റെപ്രസെന്റഡ് മൈ സ്റ്റേറ്റ്. അപ്പൊ അങ്ങനെ ഓട്ടത്തിന്റെ ഇടയിൽ വന്ന് പ്രേമിച്ച കഥ. സ്റ്റേഡിയമിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ വന്ന് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ കണ്ണും കണ്ണും നോക്കി. ലൈക്ക് മൈ 12th സ്റ്റാൻഡേർഡിന്റെ പ്രേമം. അതാണ് നമ്മൾ പിന്നെ കല്യാണം കഴിച്ചത്. ഓ, ഇപ്പം രണ്ട് കുട്ടികൾ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ചെമ്പനീർ പൂവ് ഹിറ്റ് ആണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ആരാണ് ചന്ദ്രമതിയും സച്ചിനും എല്ലാവരും ഹിറ്റ്. എന്താണ് സന്തോഷം? എനിക്ക് തോന്നുന്നു TRPയിൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ചെമ്പനീർ പൂവാണല്ലേ? അതെ. റിയ, എന്തൊക്കെയുണ്ട്? സന്തോഷാണോ? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത് ഈ സീരിയൽ എനിക്ക് കിട്ടിയത് തന്നെ ബിക്കോസ് ഈ ക്യാരക്ടറിന് വേണ്ടി കുറെ സീനിയർ ആർട്ടിസ്റ്റ് ഞാൻ നോക്കി വെച്ചത്. പിന്നെ ഒരു റിസ്ക് എടുത്ത് എന്നെ സെലക്ട് ചെയ്തു. ഞാൻ അത് ഐ കെയിം അപ്പ് ടു ദ പ്രൊഡ്യൂസേഴ്സ് എക്സ്പെക്ടേഷൻ, ഡയറക്ടേഴ്സിന്റെ എക്സ്പെക്ടേഷൻ ഞാൻ മീറ്റ് ചെയ്തു വിചാരിക്കുന്നു. പക്ഷെ എപ്പോഴും ഒരു സ്കെഡ്യൂൾ ബ്രേക്ക് കഴിഞ്ഞ് പോകുമ്പോൾ ഈ സ്കെഡ്യൂളിൽ ഞാൻ എന്താ പുതിയതായിട്ട് ചെയ്യണം? ബിക്കോസ് ഈവൻ ഐ ഗെറ്റ് ബോർഡ്. സെയിം എക്സ്പ്രഷനൊക്കെ ചെയ്ത് ഞാനും മടുക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ എക്സ്പ്രഷൻ ചെയ്യണം ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ ഈ സ്കെഡ്യൂളിൽ വരുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന കുറെ കോമഡി സീൻസ് കുറെ ഉണ്ട്, ചിരിപ്പിക്കാനും ചിരിക്കാനും. ഒരു കഷായം കുടിപ്പിക്കുന്ന സീനില്ലേ, അത് നല്ല രസമായിരുന്നു. അത് ആക്ച്വലി സെറ്റിൽ അവർ എന്നെ അങ്ങനെയൊക്കെ ചെയ്യും. സോ ദേ കീപ് പുള്ളിങ് മൈ ലെഗ്. എന്നെ ഒരു കൊമീഡിയൻ ആയിട്ടാണ് ആ സെറ്റില് കാണുന്നത്. ബിക്കോസ് മലയാളം ഡയലോഗ്സ് പറയുമ്പോ എപ്പോഴും ഞാൻ തെറ്റാറുണ്ട്. അപ്പൊ അത് ഞാൻ വേർഡ്സ് പറയുമ്പോ അത് വേറെ അർത്ഥം മാറിപ്പോവും. അപ്പൊ ഇവർക്ക് ചിരിക്കാനേ സമയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല രസമുണ്ട് സെറ്റില്. ഇറ്റ്സ് ലൈക്ക് വി എൻജോയ്. നന്നായിട്ട് പോകുന്നു. അപ്പൊ നമ്മളാണെങ്കിൽ എന്റെ ഷോയുടെ പേര് എന്ന് പറഞ്ഞാൽ ചക്കം പക്കം എന്നാണ്. ചക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കുകളാണ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കും. അപ്പൊ യെസ് ആണെങ്കിൽ ഇതിന്റെ പേര് ഡംറു. ഡംറൂല് ഒരു കൊട്ടുവട്ടം യെസ് ആണെങ്കിൽ. ഓക്കെ, നോ ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ പണിഷ്മെന്റ്.
ഓക്കെ സിമ്പിൾ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് മലയാളമാണോ? ആ മലയാളം എനിക്ക് ബട്ട് യു അറിയത്തി- അണ്ടർസ്റ്റാൻഡ് യു ആണോ? അണ്ടർസ്റ്റാൻഡ് Okay. ഓക്കെ ഓൾ അബൌട്ട് ചന്ദ്രകാന്ത് അല്ലല്ലോ ചന്ദ്ര- ചെമ്പനീർ പൂവ്. ദേവി, It's all- ചന്ദ്രകാന്ത് അല്ല, അല്ല, ചെമ്പനീർ പൂവ്. ചന്ദ്രമതിയും ചെമ്പനീർ പൂവും ഒരുമിച്ചായിട്ട് അങ്ങനെ മാറിപ്പോയതാണ് ശരി, okay, great. ഓക്കെ ഇതാണ് എന്റെ ഡമരു. ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ. ഓക്കെ, ഓക്കെ അപ്പം റിയയ്ക്കുള്ള ഫസ്റ്റ് ചക്കം. ചെമ്പനീർ പൂവിലെ ചന്ദ്രമതി ശരിക്കും ഒരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ്. അതെ. ഐ മീൻ റിയൽ ലൈഫിലും നെഗറ്റീവ് ക്യാരക്ടർ ആണോ എന്നാണല്ലേ ചോദിക്കുന്നത്? ആണോ? അല്ല ശരിക്കും ത്രൂ ഔട്ട്. ഓക്കെ, ത്രൂ ഔട്ട് നെഗറ്റീവ് ക്യാരക്ടർ ആണോ? ഞാൻ നെഗറ്റീവ് ആണ്, പക്ഷെ ഇടയ്ക്ക് ആ മരുമകളിനെ കണ്ടാൽ മാത്രം എനിക്ക് ചൊറിച്ചിൽ വരും. അല്ലാത്ത ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണ്. രേവതിനെ കണ്ടാൽ മാത്രം എന്റെ BP കൂടും, പിന്നെ എന്റെ ആ മറ്റേ യക്ഷി രൂപം പുറത്തോട്ട് വരും. അല്ലാത്തത് ബിക്കോസ് ആ പോലീസ് സ്റ്റേഷൻ സീൻസ് ഒക്കെ ചെയ്യുമ്പോ ഓഡിയൻസ് ഒക്കെ ഭയങ്കര എന്നെ ഇഷ്ടപ്പെട്ടു. ആ സീൻസ് ഒക്കെ കണ്ടു, ബിക്കോസ് അതിൽ ഭയങ്കര കരച്ചിൽ സീൻസ് ആയിരുന്നു. സോ ദേ ലൈക്ഡ് ഇറ്റ്. ബട്ട് ദ മൊമെന്റ് ഞാൻ രേവതിനെ കാണുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ നിന്നൊക്കെ ഒരു ടെമ്പർ ഞാൻ എന്റെ ഡയറക്ടറും റൈറ്ററിനോട് പറയും എന്താ കാരണം, ഞാൻ എന്തിനാ സച്ചിനെ ഇങ്ങനെ ഹേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ കഥ അറിഞ്ഞു, പക്ഷെ അതിലൊരു ലിങ്ക് ഉണ്ട്. നമ്മളിനി അത് അൺഫോൾഡ് ആവും, അത് എന്താ കാരണം അത് അറിയും. Okay, next question. So now just once again, if it is yes, I should not do, or yes ആണെങ്കിൽ Yes അടിക്കും. ആണെങ്കിൽ you will have to. Okay, ഇതെല്ലാം റിലേറ്റഡ് ടു ദ സീരിയൽ അല്ലേ, Yeah. പേഴ്സണൽ അല്ലല്ലോ? No, 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 no. പേഴ്സണൽ ലൈഫിൽ ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണ്. ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളിൽ ഒരാളോടാണ് കൂടുതൽ സ്നേഹമെങ്കിലും ഞങ്ങളുടെ സച്ചിക്ക് ചന്ദ്രമതിയോട് ഉള്ളിൽ നിറയെ ഇഷ്ടമാണ്. ഇഷ്ടമുണ്ടോ സച്ചിക്ക്? ഇഷ്ടമാണ്. ആണ്. ആണ്, ഒത്തിരി ഇഷ്ടമാണ്. അതെന്താണ് പറയുമ്പോ ഒരു സങ്കടം? എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ സീരിയൽ എന്നോട് ഇഷ്ടം ഇല്ല പറയാം. എനിക്ക് കാണിക്കണ്ട. ബട്ട് ആസ് എ പേഴ്സൺ ഐ ലൈക്ക് ഹിം എ ലോട്ട്. പിന്നെ സീരിയലിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ഇഷ്ടം കാണിക്കുന്നുണ്ട്, ബട്ട് പിന്നെ ഞാൻ അത് പിടിച്ച് മരുമോൾ രേവതിനെ കാണുമ്പോ ഇഷ്ടം പോവല്ലേ? അല്ല, there is something which is there. അത് ഡിസ്ക്ലോസ് ചെയ്തില്ല, ബട്ട് എന്തോ ഒരു കാരണം കൊണ്ട് എനിക്ക് അയാളെ ഇഷ്ടമില്ല. ഇപ്പോൾ അറ്റ് ദ മോമെന്റ് കാണിച്ചത് അവന് ജുവിനൈൽ കോർട്ടില് ഏതോ ചെറുപ്പത്തില് അവൻ എന്തോ ഒരു കാര്യം ചെയ്തിട്ട് അവൻ ജയിലിൽ പോയി കിടന്നതാ. അപ്പൊ അതിന്റെ ഒരു ദേഷ്യമാണ് അവനോട് കാണിക്കുന്നത്. പക്ഷെ ആക്ച്വലി അവൻ അല്ല ക്രൈം ചെയ്ത്, വേറെ ആരോ ചെയ്താണ്. പക്ഷെ അവന്റെ തലയിൽ വന്ന് അത് പിന്നീട് ഡിസ്ക്ലോസ് ആവുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഊഹിക്കുന്നു. അങ്ങനെ തന്നെ നടക്കാൻ നമ്മൾ എല്ലാരും പ്രാർത്ഥിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രേവതിയായി അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന്റെ പിന്മാറ്റം ഒരു ടൈം പീരീഡ് മൊത്തം ചർച്ചാ വിഷയമായിരുന്നു. ചർച്ച വിഷയം ആയിരുന്നു. എന്താ കാരണം എന്നോട് ചോദിക്കലേ, ഇത് കോൺട്രവേഴ്സി ആവും, അതുകൊണ്ട് ഞാൻ ഒന്നും പറയൂല. എന്നാലും ഒരു ക്ലൂ ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ ആക്ച്വലി. ഓണസ്റ്റ്ലി ഐ ഡോണ്ട് നോ. ബട്ട് പുള്ളിക്കാരത്തിക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഇതൊക്കെ കേട്ട വേർഷൻസാ. പേഴ്സണലി ഐ ഡോണ്ട് നോ. ലൈക് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ബോണ്ട് ഒക്കെ നല്ല ബോണ്ടായിരുന്നു. രേവതിയായിട്ട് നല്ല ബോണ്ടായിരുന്നു. നല്ല ഷീ യൂസ് ടു ഹെൽപ്പ് മീ ഡു റീൽസ്, കുറെ വീഡിയോസ് ഒക്കെ എടുക്കുമായിരുന്നു. പുള്ളിക്കാരത്തിക്കും മലയാളം അറിയത്തില്ല, എനിക്കും അറിഞ്ഞൂടാ. പക്ഷെ ഷീ ഈസ് എ വെരി ലൈക്ക് ഷീ ലേൺസ് ദ ലാംഗ്വേജ് വെരി ഫാസ്റ്റ്. അപ്പൊ അതുകൊണ്ട് എന്നെ എപ്പോഴും സെറ്റിൽ പറയാം, പുള്ളിക്കാരത്തി ഇല്ലല്ലോ, അവൾക്ക് എങ്ങനെ അറിയാം, നീ എന്താ പഠിക്കാത്ത, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഷീ ഈസ് വെരി ഗുഡ്, ഗുഡ് ഫ്രണ്ട്. ബട്ട് ദെൻ ദർ ആർ സം പ്രോബ്ലംസ് വിച്ച് ഷീ ഹാഡ്. അതെന്ത് കാരണമാണ് മാറിയത് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ആരായിട്ട് വർക്ക് ചെയ്യാനാണ് കൂടുതൽ കംഫർട്ടബിൾ? ഇപ്പോഴത്തെ രേവതിയാണോ? ബോത്ത് ഓഫ് ദം ആർ ഈക്വലി ഗുഡ്. എനിക്ക് ഒരു കോൺട്രവേഴ്സിക്ക് എനിക്ക് പോവാൻ താല്പര്യം ഇല്ല. ആ കൊട്ട് ശരിക്കും എന്റെ തലക്കെട്ടാണോ കൊട്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വന്തം പ്രായവും ചന്ദ്രമതിയുടെ പ്രായവും തമ്മിലുള്ള അന്തരം പലരും എടുത്തു പറയാറുണ്ട്. യെസ്, പറയാറുണ്ട്. എന്താണ് പറയാറ് അവര്? ഞാൻ എന്തിനാ ഇത്ര ചെറിയ പ്രായത്തില് ഇത്ര പ്രായമുള്ള റോൾ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാ. വേറെ ഡിസ്ക്ലോസ് ഞാൻ ചെയ്യൂല. എന്റെ പ്രായം ഡിസ്ക്ലോസ് ചെയ്യാനാണെങ്കിൽ ഞാൻ അത് പറയത്തില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ. ലൈക് മോളില്ലേ, 19, 20
she's in her she's doing her graduation ബാംഗ്ലൂരിൽ. അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റ്, ഞാൻ പറയത്തില്ല. ഷീസ് ഇൻ ബാംഗ്ലൂർ സൈക്കോളജി ചെയ്യാണ്. ഷീസ് 20. മോനുണ്ട്, ചോയ്സ് സ്കൂളിൽ പഠിക്കുന്നു, 8th ഗ്രേഡിലാണ്. 13. അപ്പൊ അവര് അമ്മയുടെ ലൈക് പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് എന്താ പറയാ? അവരെപ്പോഴും പറയും അമ്മ ചന്ദ്രമതി ആയിട്ട് വീട്ടിൽ വരല്ലേ, നമുക്ക് നമ്മളുടെ അമ്മ ആയിട്ട് മതി. ബിക്കോസ് ഇപ്പൊ എന്താണ് പ്രശ്നം പറഞ്ഞാൽ ഞാൻ തന്നെ ചില സമയത്ത് നോക്കും, ഈ ചന്ദ്രമതി ആയിട്ട് ഹാഫ് ഓഫ് ദ മന്ത് ലൈക്ക് 1 അല്ല 28th 29th മുതൽ നമ്മുടെ ഷൂട്ട് തുടങ്ങും. തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് 20th ആവും, 21st. അപ്പൊ അത്രയും ദിവസം ഈ ചന്ദ്രമതി ആയിട്ട് ഇരിക്കുമ്പോൾ എന്റെ പേഴ്സണാലിറ്റി മാറുന്നത് ഞാൻ തന്നെ ചില സമയത്ത് ഐ ഫീൽ ഇറ്റ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ റിയ പദ്മ എവിടെ, എനിക്ക് അത് കിട്ടാത്തോണ്ട് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരും. ലാസ്റ്റ് ടൈം തന്നെ എനിക്കൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി. ഷോർട്ടിന്റെ ഇടയിൽ എനിക്ക് വിഷമായി, സങ്കടം, കരച്ചിലൊക്കെ വന്നിട്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഒരു ദിവസം അവർ എനിക്ക് ലേറ്റ് വന്നോളൂ. അപ്പൊ ഞാൻ വർക്ക്ഔട്ട് എക്സസൈസ് ഒക്കെ ചെയ്തപ്പോ ബാക്ക് റീചാർജ് ആയി. അപ്പൊ അതുകൊണ്ട് എന്റെ പിള്ളേർ വരും, നമുക്ക് നമ്മളുടെ മമ്മി ആയിട്ട് വന്നാ മതി, ചന്ദ്രമതി വേണ്ട. അപ്പൊ ആ ഒരു ഇപ്പൊ ഐ എം നോട്ട് എ ബിഗ് ആക്ടർ, പക്ഷെ നമ്മൾ ഈ രൺവീർ സിംഗിന്റെ ഇന്റർവ്യൂസ് ഒക്കെ വായിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത് ഡിപ്രഷനിലൊക്കെ പോയതൊക്കെ. അപ്പൊ അന്നേരം നമ്മൾ വിചാരിക്കുന്നത് എന്താ പറയുന്നത്, ചുമ്മാ വെറുതെ പറയും. പക്ഷെ ഇപ്പൊ ഐ സ്റ്റാർട്ട് റിയലൈസിങ് ദാറ്റ് നമുക്ക് നമ്മളുടെ ഒരു സ്പേസ്. പിന്നെ കുറെ ആക്ടേഴ്സ് ഉണ്ട് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ആവും, എനിക്ക് അത് അറിഞ്ഞൂടാ. ഞാൻ അത് രാത്രി 10 o'clock പോയിട്ട് കിടന്നുറങ്ങും, രാവിലെ 6 മണി പിക്കപ്പ് പിന്നെയും ക്യാരക്ടറിൽ മോഡിൽ വരും. അപ്പൊ എനിക്ക് ആ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ പറ്റാത്തോണ്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്. അത് എനിക്ക് പഠിക്കണം, എങ്ങനെ അത് ക്യാരക്ടർ എങ്ങനെയാണ് അവര് പെർഫോമൻസിനെ പറ്റിയൊക്കെ എന്താ പറയുന്നത്? അതില്ല, ബട്ട് ദെൻ ക്രൈങ് സീൻസ് ഒക്കെ ആവുമ്പോ അവരെന്നെ കളിയാക്കും, എങ്ങനെ അമ്മ ഇങ്ങനെയൊക്കെ കരയൊക്കെ. എപ്പോഴെങ്കിലും കരയുന്നൊക്കെ കണ്ടിട്ട് ക്രിഞ്ച് തോന്നിട്ടുണ്ടോ? എനിക്ക് എന്റെ എല്ലാ സീൻ ഞാൻ വിചാരിക്കും, അയ്യോ ഐ കുഡ് ഹാവ് ഡൺ ദിസ് ബെറ്റർ. ഇതെന്താ എന്റെ ചുണ്ട് ഇങ്ങനെ പോകുന്നു, എന്റെ കൈ എന്താ ഇങ്ങനെ പോകുന്നു. ഐ ഓൾവേസ് ഫീൽ ദാറ്റ്. പിന്നെ ആ സമയത്ത് ചില സമയത്ത് ഇംപ്രവൈസ് ചെയ്യും, എന്റെ കണ്ണ് ഇങ്ങനെ ഇരിക്കണം, ചുണ്ട് ഇങ്ങനെ ഇരിക്കണം ഒക്കെ ഓർത്തിട്ട് ചെയ്യും. പക്ഷെ then it becomes very artificial. But my kids they don't watch my serial. അവർ ഒരിക്കലും കാണൂല. ഞാൻ എന്തെങ്കിലും സ്റ്റോറിയിൽ ഷെയർ ചെയ്യുമ്പോൾ മാത്രം അവർ കാണാറുള്ളൂ. ഒരു ബീങ് ആൻ എയർ ഹോസ്റ്റസ് ആണോ അല്ലെങ്കിൽ ഒരു ലൈക് ആക്ട്രസ് ആണോ കൂടുതൽ പാട്? മണി വൈസ് നോക്കുമ്പോൾ ബീങ് ആൻ എയർ ഹോസ്റ്റസ് ലൈക്ക് യു നോ it is a glamorous, this is also a very glamorous job, but this job, both has its, because adum odd hours, international flights ഒക്കെ നമ്മൾ ഉറക്കം കളഞ്ഞ് ഫ്ലൈറ്റിലൊക്കെ ജോലി ചെയ്യണം. ഇതും നമുക്ക് സ്ലീപ്പ് ശരിയാവുന്നില്ല, നമ്മളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ശരിയാവുന്നില്ല. അപ്പോൾ രണ്ടും ബുദ്ധിമുട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി ബിക്കോസ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് നമ്മളുടെ ബോഡീനെ കുറെ അഫക്റ്റ് ചെയ്യും. യു ആർ അണ്ടർ പ്രഷർ, റൈറ്റ്? ഇവിടെയും നമ്മൾ എൻഡ്ലെസ് ലൈക്ക് നോൺ സ്റ്റോപ്പ് 18-19 hours വി ആർ വർക്കിംഗ് വിത്ത് ദാറ്റ് മേക്കപ്പ്, ഹെയർ ഡു. സോ ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ ഇരുന്ന് ഉറങ്ങും, കിടക്കാൻ പറ്റൂല. അപ്പോൾ ഡിഫിക്കൽട്ട്. ആ ഒരു ജോബ് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടോ? ഓ ഐ ഡെഫിനറ്റ്ലി മിസ്. പക്ഷേ അതിൽ ഇവിടെ വർക്കിംഗ് അല്ല. It's just like those dummies looking very pretty, smelling good, meeting the passengers. Emergency vannal, yes, we are the heroes. Because നമുക്ക് അവിടെ എമർജൻസിയിൽ നമ്മളുടെ പാസഞ്ചേഴ്സിനെ എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യാനാണ് മെയിൻ ജോബ്. പക്ഷെ അത് ടച്ച് വുഡ് ഞാൻ ഫ്ലൈ ചെയ്തപ്പോൾ ഇതുവരെ വന്നില്ല. അതർവൈസ് ഈ നാട്ടിൽ എന്താ നടക്കുന്നത്, പ്രൈം മിനിസ്റ്റർ മാറി, ഇലക്ഷൻ ഇതായി, അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, നമ്മളൊന്ന് അറ്റ്ലീസ്റ്റ് now since mobiles are there, എൻ്റെ ടൈമിൽ അന്നേരം മൊബൈൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആ അറിവ് ഉണ്ടായിരുന്നില്ല. സംതിങ് ഹാപ്പൻ when you come back you come to know. Otherwise this portion is always shut. ഇനി എയർലൈൻകാരൻ എന്നെ ഇതിന് എന്തെങ്കിലും ട്രോൾ ചെയ്യോ എനിക്ക് അറിഞ്ഞൂടാ. മൊത്തം ടെൻഷൻ ആണല്ലോ. നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ കേറുമ്പോ ഇങ്ങനെ നിങ്ങൾ വിളിച്ചു പറയില്ലേ, now don't tell me to do that. I've forgotten it. Like ഒരു 2 വരി. Good morning, ladies and gentlemen. This is your Captain Ria. On board, you're with your first officer, blah, blah, blah. I welcome you on board KU 351, bound to take off from Cochin to Kuwait. The flying time would be 5 hours, 12 minutes. We'll be flying at an altitude of 33,000 feet. The flying time would be, sorry.
സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി അടിപൊളി. കയ്യടി കൊടുക്ക, എന്താണ് നോക്കിയിരിക്കണത്. ഓക്കെ, ഇത് താരല്ല പ്ലീസ്, എയർ ചെയ്യല്ലേ, ഹെയർ ചെയ്യല്ലേ. നെക്സ്റ്റ് ചക്കം. എന്റെ കുട്ടികളുടെ അച്ഛൻ എന്ന സീരിയലിൽ ഗസ്റ്റ് റോളിൽ എത്തിയത് തന്റെ സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടായിരുന്നു. ക്ഷണം പറഞ്ഞാൽ ഇൻവിറ്റേഷൻ. പൂജിത സംഗീതന്റെ അമ്മ വേഷം പറഞ്ഞിട്ടാണ് പുരുഷോത്തമൻ സർ അല്ല, ആ സീരിയലിന്റെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു, രാജ പറഞ്ഞിട്ട്. രാജാണ്, ഐ ഹോപ്പ് ദാറ്റ് നെയിം ഇസ് കറക്റ്റ്. പുള്ളിക്കാരനാണ് വിളിച്ചിട്ട് പറഞ്ഞു, റിയ ഇതിലൊരു ക്യാരക്ടർ ഉണ്ട് സംഗീതന്റെ അമ്മ ആയിട്ട്. പക്ഷെ Fortunately, it was Pujita's mom. And നമ്മൾ രണ്ടുപേർ കുറെ അതിനൊരു വീഡിയോ, I think യൂട്യൂബിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. Like everything was very similar. മൂക്കുത്തി, കമ്മൽ, പുള്ളിക്കാർത്തി was also in Kuwait, I was also in Kuwait. The way we spoke, നമ്മൾ സംസാരിച്ചത്, ഫേസ് കട്ട് ഒക്കെ സിമിലർ ആയിട്ടൊരു യൂട്യൂബിൽ എവിടെയോ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ രാധിക ദേവി ആയിട്ട് വന്നത്. അപ്പോ അത് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, ബിക്കോസ് എനിക്ക് പൂജിത്തിനെ അറിയാം, പക്ഷെ ഐ വാസ് നോട്ട് ഫ്രണ്ട്ലി വിത്ത് ഹർ. ആ സെറ്റിൽ വന്നിട്ടാണ് നമ്മൾ ഫ്രണ്ട്സ് ആയത്. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? ഇപ്പോ വി ആർ ഇൻ ടച്ച്, ബട്ട് ഷീ ഈസ് ഓൾസോ വെരി ബിസി, ഐ ആം ഓൾസോ വെരി ബിസി. സോ ഇടയ്ക്ക് നമ്മൾ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ഐ നോ, ഇപ്പോഴും ഞാൻ വിളിച്ചിട്ട് പൂജു, ഐ വാണ്ട് ടു മീറ്റ്, ഐ എം റിയലി ഫീലിംഗ് ബാഡ്, she'll be the first one to come, let's talk. So നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യും, ലൈക്ക് മീറ്റപ്പ് ചെയ്യണം, പക്ഷെ അത് കിട്ടുന്നില്ല. ഞാൻ ഫ്രീ ആവുമ്പോ പുള്ളിക്കാരത്തി ബിസി ആവും, പുള്ളിക്കാരത്തി ഫ്രീ ആവുമ്പോ ഞാൻ ട്രിവാൻഡ്രം ആയിരിക്കും. അപ്പൊ അങ്ങനെ, പക്ഷെ we know we are there for each other, like anytime. ഓക്കെ, അപ്പൊ ഇപ്പം നോ അല്ലേ പറഞ്ഞത്, സോ ഒരു പണിഷ്മെന്റ് ഉണ്ട്. Yes. ഓക്കെ, ഈ ഒരു പണിഷ്മെന്റ് ആണ്, ചന്ദ്രമതി കുറച്ച് കൂടുതൽ നെഗറ്റീവ് ആവുക. ഓക്കെ, അപ്പം എന്റെ അടുത്ത് പറയണം, സീരിയൽ കാണാതെ സീരിയലിനെ കുറിച്ച് ചോദിക്കണ്ട. ഓക്കെ, ഇതാണ് ടോപ്പിക്. അതെങ്ങനെ വേണമെങ്കിലും. ശരിക്കല്ലേ, സീരിയൽ കാണാതെ സീരിയലിനെ കുറിച്ച് എന്നോട് ചോദിക്കരുത്. അല്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയതാ. എങ്ങനെ മറക്കുന്നേ? നിങ്ങൾ എന്നെ ഇവിടെ വിളിച്ചിട്ട് സീരിയലിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല പറഞ്ഞാൽ അതെന്താണ്? അത് ദാറ്റ്സ് ടു ഇൻസൾട്ടിങ് ഫോർ മീ. ഞാൻ കൂടുതൽ രേവതിനെ ശ്രദ്ധിച്ചത്. രേവതി ചിരിപ്പിക്കല്ലേ. ഓക്കെ, മതി. അടിപൊളി അടിപൊളി. ഓക്കെ, ഇത് കഴിഞ്ഞു. ഈ അടുത്ത് നമ്മളൊരു പ്രാങ്ക് കോൾ സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ഇതിനകത്ത് എന്ന് വെച്ചാല് ഒരാളെ വിളിക്കണം, ലൈക്ക് ഇപ്പൊ ചെമ്പനീർ പൂലുള്ള ആരെങ്കിലും വിളിച്ചിട്ട് പറയണം, എനിക്കൊരു ഇനോഗ്രേഷൻ ഉണ്ട്, ആ ഇനോഗ്രേഷൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പൊ നീ പോവോ? ഓൺലൈൻ ഇനോഗ്രേഷൻ ആണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, വീട്ടിൽ നിന്ന് റിബൺ കട്ട് ചെയ്തിട്ട് വീഡിയോ അയച്ചു കൊടുത്തു. അല്ല, അതിന് പേയ്മെന്റ് ഉണ്ടോ? പേയ്മെന്റ് ആണെങ്കിൽ 1000 രൂപ തരാന്ന് പറഞ്ഞു. 1000? എന്നെ അവർ അടിച്ച് കൊല്ലും. ഒരു 50,000, ഒരു 25,000. ഓക്കെ, വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ പറയണം, വീട്ടിലിരുന്നിട്ട് റിബൺ കട്ട് ചെയ്യാ, വീഡിയോ അയച്ചു കൊടുത്തു. ഞാൻ റെബെക്കനെ വിളിക്കണോ? Oh God, these people are going to kill me. Rebecca, I'm really sorry, baby, but they are making me do this. Hello, Reb. Hi, darling. How are you? Where are you? It's good, good. ഞാൻ തൃശ്ശൂരാ. തൃശ്ശൂരാണ്. റെബക്ക, എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താണെന്നറിയോ, എനിക്കൊരു ഇനോഗ്രേഷന് വിളിച്ചു, പക്ഷെ അന്ന് എനിക്ക് ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് ആ ഇനോഗ്രേഷന് പോവാൻ പറ്റൂല. പക്ഷെ ഇവര് പറയുന്ന ഓൺലൈൻ ഇനോഗ്രേഷൻ ആണ്. ഓൺലൈനിൽ ഇരുന്നിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുക, ഒരു റിബൺ കട്ട് ചെയ്യാം. അപ്പൊ ആ വീഡിയോ അയച്ചാ മതി, അവരതിന് പേയ്മെന്റും തരാൻ പറഞ്ഞു. അപ്പൊ നിങ്ങക്ക് ചെയ്യാൻ പറ്റുവടാ? എനിക്ക് പറ്റുന്നില്ലടാ, എനിക്ക് ക്ലാസ് ഉണ്ട്. ഹലോ, ഡേറ്റ്
ഡേറ്റ് പറഞ്ഞത് 26th 26 ഉം. കുഴപ്പമില്ല ചെയ്യാം. ചെയ്യല്ലേ? അപ്പൊ നീ ജസ്റ്റ് ഒരു റിബൺ പിടിച്ച് ഹലോ, കട്ട് ചെയ്യ. എന്താണ് ഇത് ചിരിച്ചോണ്ടിരിക്കണേ? കഴിഞ്ഞാ? എടാ ആ, ഒന്നുമില്ല, റിബൺ വെച്ചിട്ട് അത് പിടിച്ചിട്ട് കട്ട് ചെയ്തൊരു വീഡിയോ എടുത്ത് അയച്ചാ മതി. എടാ എനിക്ക് ചിരി വരുന്നു ഇത് പറയുമ്പോ. അതെന്താ? പക്ഷെ നല്ല പൈസ തരുന്നുണ്ടടാ. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ പ്രോഗ്രസ് ഒക്കെ ചെയ്യണേ. ഞാനും ആദ്യമായിട്ട് ഇത് കേട്ടത്. ആ, ഓൺലൈൻ കോവിഡിന്റെ ടൈമിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഇപ്പൊ ഈ ടൈമിൽ എങ്ങനെയാടാ ഓൺലൈൻ ഇനോഗ്രേഷൻ? അതെന്താ അവരെന്താ മറ്റേ കൂട്ട് ചെയ്യാത്തെ? ആ എനിക്ക് അറിഞ്ഞൂടാടാ. വട്ട് ആ വീഡിയോ എടുക്കണം. നീയില്ലേ ഒരു മുറി ഒരു വിൻഡോന്ന് മറ്റേ വിൻഡോ ഒരു റിബൺ കെട്ടിട്ട് അതിന്റെ അടുക്കിൽ വന്നിട്ട് സിസർ കൊണ്ട് കട്ട് ചെയ്യും. എന്താണ് പറ. ഓക്കെ ആണോടാ നീ ചെയ്യാൻ? ആ, ഓക്കെ, ചെയ്യാം. ഓ ഞാൻ കൊടുക്കട്ടെ അപ്പൊ ഫോൺ അവർക്ക്. ഞാൻ കൊടുക്കാം. ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാം. ദാ ഹലോ നിക്കോളാ. റബേക്ക റെഡി അല്ലേ? ആ, 26-നല്ലേ? ആ 26th. ആ, കുഴപ്പമില്ല, ഓക്കെ ആണ്. ആ പേയ്മെന്റ് 20,000 ആണ്. ഓക്കെ. ഹലോ, ഹലോ. ഹലോ കേക്കുന്നില്ലേ? ആ, കേക്കുന്നുണ്ട്. എന്തോ മിസ് ആവുന്നുണ്ട്. ഐ തിങ്ക് ലൈക്ക് ഇങ്ങനെ ചിരിക്കുന്നോണ്ടാണോ? എടാ പറ. മതില് കെട്ടിയാ മതി. മതിലിന് കെട്ടിയാ മതി. എനിക്ക് മതിലിന് റിബൺ കിട്ടണോ? എന്നിട്ട് മുറിച്ചാ മതി. ആ, ഓക്കെ. റബേക്ക മതി. എടാ ഇത് എന്തിന്റെയാണ്? ഇത് ബുദ്ധിമതി. നിനക്ക് ഇപ്പോഴാണോ ബുദ്ധി വന്നേ? ഇത് എന്തിന്റെയാണ് പറഞ്ഞ? ഇതൊരു പ്രാങ്ക് കോളാ. ഇവർ എന്നെ കൊണ്ട് പ്രാങ്ക് കോൾ ചെയ്യിപ്പിച്ചതാ, മനസ്സിലായോ? ഞാൻ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ചിരിയും അതിന്റെ ഇടയ്ക്ക് കൂടെ നിങ്ങളെ മറ്റേ വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് പ്രാങ്ക്. ആൻഡ് ഐ വാസ് ലൈക്ക്, എന്ത് മതിലിന് കെട്ട്? ഈ മതിലിന് കെട്ടണം. ഓക്കെ, അല്ലാതെ ലൈക്ക് നമ്മളിങ്ങനെ വീഡിയോ എടുത്തു കൊടുക്കും. അതെ, ഞാനിത് എന്നോട് പറയുമ്പോ ഞാനത് എങ്ങനെ ചിരി കൺട്രോൾ ചെയ്ത് അതിന് നീ എനിക്ക് അവാർഡ് തരണം, മനസ്സിലായോ? പക്ഷെ നീ ആദ്യം തന്നെ ചോദിക്കണ്ടേ. രണ്ടാമത്തെ ചിരി കേട്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ ആരും അടുത്തുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഊക്കാതിരുന്നത് റിയനെ. ആണോ? ഉക്കാതിരിക്കുന്നത് ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി. കാരണം ഒരു ഇനോഗ്രേഷന്റെ ആൾ എന്തായാലും അടുത്ത് കാണില്ല. ഒന്നെങ്കിൽ ആൾക്ക് കോള് കണക്ട് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ. അതെ. എനിക്ക് മനസ്സിലായി. പിന്നെ ആ പുള്ളിക്കാരിയും കൂടെ ചിരിയായി കഴിഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി. അപ്പൊ വിളിക്കുന്ന ഒരാൾ അപ്പത്തന്നെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കില്ലല്ലോ. അതെ. ഒരു മിനിറ്റ്, അവക്ക് എന്തോ പറയാനുണ്ട്. ഹായ് ചേച്ചി. ഹലോ ചേച്ചി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്നായിരുന്നു വിളിച്ചത്. മെഹർ. നന്നായി. നമ്മളിവിടെ റിയന്റെ ഇന്റർവ്യൂ എടുക്കുമായിരുന്നു. അപ്പോ ഒരു ചെറിയൊരു പ്രാങ്ക് സെഗ്മെന്റ് ആയിരുന്നു. ഓക്കെ. എന്നാലും മതിൽ കെട്ടിട്ട് എങ്ങനെയാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് പഠിച്ചു. നല്ല ഐഡിയ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാം. ഇതാകുമ്പോ നമുക്ക് അവിടേക്ക് പോകണ്ട. അത് ഇനി നമ്മളത് കൊണ്ടുവരണം ആ ട്രെൻഡ്. ചേച്ചി ഓക്കെ ഞാൻ റിയന്റെ ഫോൺ കൊടുക്കാം എന്നാല്. അപ്പൊ ഞാൻ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. സോറി ചക്കരേ. അതെ, വെരി ഗുഡ്. ഞാൻ ഇവിടെ കൊറേ മണ്ടത്തരനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ടെലികാസ്റ്റ് ആവുമ്പോ നീ കേട്ടാ മതി. ഓക്കെ? ഓ ശരിടാ. ബൈ. അടുത്ത സെഗ്മെന്റ് എങ്ങനെയായിരുന്നു? പ്രാങ്ക് കോൾ Oh, it was fun. I like that idea. അത് ഒരു റിബൺ കെട്ടി വെച്ചിട്ട് ഓൺലൈൻ കട്ട് ചെയ്യുക, ഓൺലൈൻ വീഡിയോ അയക്കുക. ദാറ്റ്സ് നൈസ്. ഐ തിങ്ക് വി ഷുഡ് സ്റ്റാർട്ട് ദാറ്റ്. ആ ട്രെൻഡ് വരും
ഉടനെ. ഓക്കെ, അടുത്തത് കുറച്ച് സീരിയൽ നെയിംസിന്റെ ഞാൻ എങ്ങനെയാ ചിരിച്ചത്? ഭംഗിയായിട്ട് ചിരിച്ചോ? ചിരിച്ചതായിരിക്കും. കട്ട് ചെയ്യണോ? ഓക്കെ, ഇനി ഞാൻ കുറച്ച് സീരിയൽ നെയിംസിന്റെ ഇംഗ്ലീഷ് നെയിംസ് പറയും. അപ്പൊ അത് ഏത് സീരിയലിന്റെ നെയിം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, എനിക്ക് എല്ലാ സീരിയൽസ് അറിഞ്ഞൂടാ. അല്ല എന്നാലും ശരി. ഓക്കെ, ഫസ്റ്റ് വൺ, എ സൈലന്റ് സോങ്. മൗന രാഗം. യേ, അടിപൊളി. മമ്മി. അമ്മ. സൂപ്പർ. അങ്ങനത്തെ സീരിയൽ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. എന്റെ അടുത്ത് വിത്ത് ലവ്. സ്നേഹ അല്ല, അറിഞ്ഞൂടാ. വിത്ത് ലവ്. സ്നേഹം പവിത്രം അല്ല, സസ്നേഹം. സസ്നേഹം. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, മോം ഡസൻ നോ ഇറ്റ്. അമ്മ അറിയാതെ. അടുത്ത്, വേർ ഇസ് ദ നെസ്റ്റ്. കൂട്. സ്നേഹ. വേർ ഇസ് ദ നെസ്റ്റ്? കൂടെ എവിടെ? അങ്ങനത്തെ സീരിയൽ ഉണ്ടോ? കൂടെ എവിടെ? ആണോ? അത് ഏതിലാ? ഏഷ്യാനെറ്റില്. ആണോ? കൂടെ എവിടെ? ഓക്കെ. കൂടെ എവിടെ? ഓക്കെ, കഴിഞ്ഞു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഇറ്റ് വാസ് ഫൺ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കോൺട്രവേഴ്സി ആവോ, എന്താ ബോബി ചെമ്മന്നൂർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പോളിറ്റിക്സിന് എന്താ ഗ്രീഷ്മനെ കൊന്ന് അതിന് കുറച്ച് എന്തെങ്കിലും കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് അറിഞ്ഞൂടാ, കഥ അറിഞ്ഞൂടാ എനിക്ക്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും. അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു, നീ ഒന്നിനും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കട്ട്. ഐ എം നോട്ട് കംഫർട്ടബിൾ ഇൻ ആൻസറിങ്, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോ അങ്ങനെയാ വന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോ ഇറ്റ്സ് ഫൺ. ഓൾ ഓഫ് യു യങ് പീപ്പിൾ, യങ് ബോയ്സ് ആൻഡ് ഗേൾസ് എൻജോയ്ഡ് ഇറ്റ്. നൈസ്. എനിക്ക് അതൊരു ഇന്റർവ്യൂ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഗെയിം കൈൻഡ്, യു നോ. ഒരു ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് കോൺവെർസേഷൻ ചെയ്യുന്ന, ആസ് ഇൻ ഐ എം നോട്ട് ഫീലിംഗ് ദാറ്റ് ഐ മെറ്റ് യു ഫോർ ദ ഫസ്റ്റ് ടൈം. ലൈക്ക് അങ്ങനത്തെ ഒരു വൈബ്. സോ ഇറ്റ് വാസ് ഗുഡ്. ഐ ഹാഡ് ഫൺ. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും പുതിയ പ്രോജക്ട്സ് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? പുതിയ പ്രോജക്ട്സ് ഒന്നും കമ്മിറ്റ് ചെയ്തില്ല. വരുന്നുണ്ട്, തമിഴ് തെലുഗുന്ന് വരുന്നുണ്ട്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ അവർക്കും 1 to 15 അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ആൻഡ് ഫോർത്ത് വീക്ക്. സെക്കൻഡ് വീക്ക് ഒക്കെ ഞാൻ ചെമ്പനീർ പൂവിൽ കമ്മിറ്റ് ആയതാണ്. സോ എനിത്തിങ് വിച്ച് കംസ്, പ്ലസ് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഫോർ അനദർ സീരിയൽ ബിക്കോസ് ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് എനിക്ക് വീട്ടിൽ വരണം, ആ ഒരു റീചാർജ് ചെയ്യാൻ വേണ്ടി. അതർവൈസ് ഫുൾ ടൈം വർക്ക് ആകുമ്പോ I'll go crazy. ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലേ? ഒരു മൂവിയില്ല, കുറച്ച് മൂവി ചെയ്തിട്ടുണ്ട്. ഏത് മൂവിയാണ്? രഞ്ജി പണിക്കർ സാറിന്റെയും പിന്നെ ശാന്തി മാമിന്റെ കൂടെ ഒരു മൂവി. That is Section 306. ഇപ്പൊ വന്ന് പണിയല്ലേ കറക്റ്റ് പ്രൊനൗൺസ്? പണി ചെയ്തിട്ടുണ്ട്. ഡോക്ടർ വേഷം. അത് എനിക്ക് 3 ദിവസത്തെ ഷൂട്ടായിരുന്നു. പക്ഷെ 1 day ചെയ്തു, ബാക്കി 2 days എനിക്ക് സീരിയൽ ഷൂട്ടായിട്ട് എനിക്ക് അവർ വിട്ടില്ല. അപ്പൊ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 3D. അപ്പൊ ഐ തോട്ട് ആ സീരിയൽ യങ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തതാണ്. അങ്ങനെ കുറച്ചും കൂടി ചന്ദ്രമതിയാണ് ഇതെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും എന്നാ നമുക്ക് ഇനി ബിഗ് സ്ക്രീൻ അറിഞ്ഞൂടാ. ഇഫ് എനിത്തിങ് കംസ് I'll be happy to do that. But കിട്ടട്ടെ, അറിഞ്ഞൂടാ. കിട്ടിയാൽ ചെയ്യും. More than movies, I'm more excited to do web series and you know അങ്ങനത്തെ, because that's a lot of younger crowd with lot of good content. അപ്പൊ എനിക്ക് അതിനൊരു thrill ഉണ്ട്. So I hope, fingers crossed, if I get some all the opportunities. Thank you. Okay, അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. Actually it was fun. Like it was very nice talking to you. Same here. Okay. And you're so pretty. Why don't you act in serials? ഇങ്ങനെയൊന്നും പറയാതെ കൊണ്ടുപോവാം. ഓക്കെ, അപ്പം എന്താ പറയാ, ഇനിയും നമുക്ക് മൂവീസ് ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു മൂവി പ്രൊമോഷന്റെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു റിയ. താങ്ക് യു സോ മച്ച്. Thank you so much, Meher. It was a pleasure talking to you too. Take care. Okay, bye. എല്ലാവർക്കും നന്ദി. അത് ഓഫ് ആക്കുക ആദ്യം.